ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ഡൽഹിയിൽ നടന്ന CJPയുടെ സമരവുമൊക്കെ വല്ലാതെയാണ് നരേന്ദ്രമോദിയെയും പാർലമെന്റിലെയും ഒന്ന് പിടിച്ചുലച്ചത്. പക്ഷേ ആ ഉലയലിൽ നിന്ന് അവർ വളരെ മനോഹരമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പരീക്ഷയ്ക്കെതിരെയുള്ള ക്രമക്കേടുകൾക്കെതിരെയുള്ള ബില്ല് അവർ പാസ്സാക്കി. അത് ലോകസഭയും രാജ്യസഭയും പാസ്സാക്കി പ്രസിഡന്റിന് അയച്ചിരിക്കുകയാണ്. അത് പ്രസിഡന്റ് ഒപ്പിടുന്നതോടുകൂടി ആ ബില്ല് രാജ്യത്ത് പ്രാബല്യത്തിൽ വരും. അതിൽ മോദി ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അടുത്ത ഗോളുമായിട്ടാണ് അമിത്ഷാ ചാണക്യ ഷാ വരുന്നത്. പക്ഷേ ചാണക്യ ഷാ വരുമ്പോഴുള്ള കുഴപ്പം ഇന്ത്യയിലെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ശക്തമായ എതിർപ്പിനെ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമായിട്ടാണ് ഷാജി വരുന്നത്. ഷാജി ചെയ്യാൻ പോകുന്നത് FCRA ബില്ല് പൈലറ്റ് ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം അത് അവതരിപ്പിക്കാൻ പോവുകയാണ്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ഫോറിൻ ഫണ്ടിൻ്റെ ഡിബേറ്റ് എത്ര വാങ്ങണം എങ്ങനെ വാങ്ങണം എന്നുള്ളതിൻ്റെ ഡിബേറ്റ് തുടങ്ങി വയ്ക്കാൻ പോകുന്നത് അമിത്ഷാ നേരിട്ടാണ്. ഈ ബില്ല് പാസ്സാകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ബില്ല് പാസ്സായാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ FCRA ഫണ്ട് വാങ്ങുന്ന ഏജൻസികൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കത്തോലിക്ക സഭയും KCBCയും ഒക്കെ അതീവ ഗുരുതരമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അമിത്ഷായെ കണ്ട് മെമ്മോറാണ്ടം കൊടുക്കുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഫലവുമില്ല. കൃത്യമായ ബില്ല് അമിത്ഷാ അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിക്കുന്നതിലൂടെ FCRA ബില്ലിലൂടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങുന്നതിലും ചെലവാക്കുന്നതിലുമൊക്കെ വലിയ നിയന്ത്രണമാണ് വരാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു ഏജൻസി പണം വാങ്ങിയാൽ ആ ഏജൻസി തന്നെ അത് പണം ചെലവാക്കണം. മറ്റൊരു ഏജൻസിക്കും സബ്ലെറ്റ് ചെയ്യാൻ കഴിയില്ല, ആർക്കും മാറ്റിക്കൊടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഏജൻസിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയോ ഫിനാൻഷ്യൽ മിസ്പ്രോപ്പർട്ടി കണ്ടുപിടിക്കുകയോ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുകയോ ചെയ്താൽ ഫോർച്ചറിയൊക്കെ കണ്ടുപിടിച്ചാൽ, ചതിയോ വഞ്ചന എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചാൽ അവരുടെ എല്ലാ സ്വത്തും അവരുടെ മറ്റ് സ്വത്തുക്കളും എല്ലാം കണ്ടുകെട്ടുകയും നന്നായി നടക്കുന്ന NGOസിന് അത് കൊടുക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ കൃത്യമായ അധികാര ദുർവിനിയോഗം നടക്കുമോ എന്നുള്ള ഭയത്തിലാണ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ. അതിൽ കത്തോലിക്ക സഭക്കാർക്ക് രാജ്യത്ത് ക്രിസ്താഡ്സ് വഴിയും പല രൂപത്തിലൊക്കെ അവർക്ക് ലോകത്തുള്ള ഒരുപാട് തരത്തിലുള്ള പണം ഈ രാജ്യത്തേക്ക് വരാറുണ്ട്. അങ്ങനെ വരുന്ന പണത്തെ കൃത്യമായി അവർ ചിലവാക്കുന്നുണ്ട്, കുറേയധികം ചിലവാക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു പരാതി ഉള്ളത്, ഈ ഹിന്ദു സമൂഹത്തിനുള്ളൊരു പരാതി, ക്രിസ്ത്യൻസ് സമൂഹക്കാളും മുസ്ലിം സമുദായക്കാരും കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള പണം മതപരമായ ആവശ്യങ്ങൾക്ക് കൂടി ചെലവഴിക്കുന്നു എന്നൊരു ഒരു പ്രശ്നം അവർ ഉയർത്തുന്നുണ്ട്. അതായത് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവരുന്ന പണം അല്ലെങ്കിൽ സേവന പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവരുന്ന പണം മറ്റ് മതപരമായ കാര്യങ്ങൾക്കും മതപരിവർത്തനത്തിനുമൊക്കെ പ്രയോജനപ്പെടുത്തുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. പക്ഷേ അതൊരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് എന്തായാലും FCRA ബില്ല് വളരെ ശക്തമായി നേരിട്ട് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് എന്തായാലും അടുത്ത ആഴ്ച അത് പൈലറ്റ് ചെയ്യും. പൈലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സാവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഈ ബില്ലും പാസ്സാക്കിയതിന് ശേഷമായിരിക്കും അവർ അടുത്ത ബില്ലിലേക്ക് പോകുന്നത്. വിമൺ എംപവർമെൻറ്റിൻ്റെ ഭാഗമായി സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്ന ബില്ലുമായി അവർ വരും. ഒരിക്കൽ തോറ്റതാണ് പാർലമെൻറ്റിൽ, വീണ്ടും അവർ വരുന്നു. അത് ഡീലിമിറ്റേഷനുമായി ബന്ധിപ്പിക്കുമോ അതോ ഡീലിമിറ്റേഷൻ ഇല്ലാതെ നിലവിലുള്ള അതിൽ 1/3 കൊടുത്തുകൊണ്ട് 33% കൊടുത്തുകൊണ്ടുള്ള ബില്ല് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും FCRA വീണ്ടും കലങ്ങി മറിയുകയാണ്. അടുത്ത ആഴ്ച പാർലമെൻറ്റും ഇന്ത്യയിലെ ക്രൈസ്തവ വിഭാഗവും തമ്മിൽ വലിയ ഒരു ഡിബേറ്റ് ഉയർന്നു വരുന്നുണ്ട്. ആ ഡിബേറ്റിൽ പാർലമെൻറ്റ് വിജയിക്കുമോ സഭ വിജയിക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമിത്ഷാ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹം ബില്ല് കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് പാസ്സാകുമോ ഇല്ലേ എന്നുള്ളത് ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളുടെ ഒരു പ്രാതിനിധ്യവും അല്ലെങ്കിൽ വോട്ടെടുപ്പിൻ്റെ രീതിയും അനുസരിച്ചിരിക്കും. എന്തായാലും ഇന്നത്തെ നിലയിൽ അത് പാസ്സാക്കിയെടുക്കാനാണ് BJPക്ക് സാധ്യത. അവർക്കത് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പുതുതായി ബില്ല് പൈലറ്റ് ചെയ്യുന്നത്.